ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് നല്ലൊരു പാലാട ഉണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ കുതിർത്ത പച്ചരിയാണ്, സാധാ പച്ചരി. നമുക്ക് തേങ്ങാപ്പാലും ചേർത്ത്, തേങ്ങാപ്പാലും മുട്ടയും ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. ഞാൻ പച്ചരി മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് 2 സെക്ഷനായിട്ട് അരച്ചെടുക്കാം. അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. നമുക്ക് ഇനി വീണ്ടും നമുക്ക് മിക്സി കലക്കി എടുക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല നേർമയായിട്ട് അരച്ചെടുത്തിട്ട് അല്പം പോലും തരിപ്പൊടിയില്ല, നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി അരി രണ്ടാമത്തെ സെക്ഷനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ അരിയിലേക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ച് വയ്ക്കാം. ഇതിപ്പം വെള്ള മുട്ടയാണെങ്കിൽ 2 മുട്ട. ഞാൻ 2 കപ്പ് അരി, 2 നാഴി അരിയാണ്. 1 നാഴി അരിയാണെങ്കിൽ 1 മുട്ട മതി. ഇതിൽ ചെറിയ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. അതിനിടയ്ക്ക് പ്രധാനമായിട്ടും നമുക്ക് പഞ്ചസാര കൂടെ ചേർക്കേണ്ടതുണ്ട്. അല്പം ഉപ്പ്, ഇതും കൂടെ നമുക്ക് ഇതിനോടൊപ്പം ഒഴിച്ച് ചേർക്കാം. ഇനി ഇതിൻ്റെ കറക്റ്റായിട്ട് ഇതിപ്പോൾ കുറച്ച് കട്ടി കൂടുതലാണ്. ഞാനിപ്പോൾ കൂടി ലൂസാകാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് വെച്ചിട്ട് ഇതിൽ ഒഴിക്കാം. ഇതിൻ്റെ ചെറിയ കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് നോക്കാം. ഇത് കുറച്ചുകൂടി കട്ടിയുണ്ട്. നമുക്ക് അല്പം കൂടെ ഒന്ന് കട്ടി കുറയ്ക്കാം. അതിന് വീണ്ടും ഒരു 2 സ്പൂൺ തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതാണ് നമ്മളിത് ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട്, അരമണിക്കൂറോ 1 മണിക്കൂറോ അല്ലെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കുകയോ ചെയ്യാം. ഉടനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതിൽ വീണ്ടും തേങ്ങാപ്പാൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മളിത് മാവായതുകൊണ്ടിരുന്ന് കുറച്ചുകൂടി കട്ടിയാവും. അപ്പോൾ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ കൂടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഈ പാലാട ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ ഇത് അടച്ച് വയ്ക്കാം. നമുക്ക് പാലാട ഉണ്ടാക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. ഇനി അല്പം കൂടി ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അല്പം ഉപ്പും ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് അതിലേക്ക് അല്പം കൂടി തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഇപ്പോൾ ഇരുന്ന് കുറച്ചുകൂടി ഒന്ന് കട്ടിയായി. ഇനി നമുക്കിത് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒഴിക്കാം തേങ്ങാപ്പാൽ. ശരിക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നതിനേക്കാളും അല്പം കൂടി കട്ടിയാവാൻ പാടുള്ളൂ. ഇത് കിണ്ണത്തപ്പത്തിന് നമ്മൾ ഈ മാവ് ഇത് അരിച്ചെടുക്കും. ഇതിപ്പോൾ അരിക്കേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടി ഒന്ന് ലൂസാക്കാം. കട്ടി കുറഞ്ഞിരിക്കുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതിൻ്റെ ബാറ്റർ ഇങ്ങനെ ഇരിക്കണം. ഇപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഫ്രൈ പാനിലേക്ക് ഓരോന്നായിട്ട് ഒഴിച്ച് ചുട്ടെടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഓരോ സ്പൂണായിട്ട് ഒഴിക്കാൻ. ഞാനിതിപ്പോൾ ഓരോ ചെറിയ സ്പൂൺ കുറച്ച് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം. അടച്ച് വെച്ച് കഴിക്കാം. നമുക്ക് ഇത് തിരിച്ചിടണ്ട, അതുകൊണ്ട് അടച്ച് വെച്ച് കഴിക്കാം. ഇത് നമുക്ക് എടുക്കാം. ഒരു മിനിറ്റും വേണ്ട ഒരു പാലാട വെന്ത് കിട്ടാനായിട്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം.
നല്ലൊരു പലഹാരമാണിത്. മൂടിക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ആദ്യം നമ്മൾ ചുടുമ്പോൾ എന്തെങ്കിലും ചെറിയ ഡാമേജ് വന്നാലും പിന്നീട് ഒരു പെർഫെക്റ്റ് പാലാട. അതിന് നല്ല അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി, നല്ല വറുത്തരച്ച അടിപൊളി ചിക്കൻ കറിയും, പിന്നെ വേറൊരു സീക്രറ്റ് ആയിട്ടൊരു അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റാണ്. നല്ല അടിപൊളി ഒരു കറിയാണ് അടുത്തതായിട്ട്. നമ്മുടെ തേങ്ങാപ്പാലാണ്. തേങ്ങ അടിച്ച് നല്ല കട്ടിക്കെടുത്ത തേങ്ങാപ്പാൽ, അതിൽ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. പാലാടയ്ക്കുള്ള കോമ്പിനേഷനിൽ തേങ്ങാപ്പാൽ മസ്റ്റാണ്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. തേങ്ങാപ്പാലും ചിക്കൻ കറിയും. കറി ചിക്കനോ മട്ടനോ എന്തായാലും തേങ്ങാപ്പാലാണ് അതിൻ്റെ ഏറ്റവും നിർബന്ധമായിട്ടുള്ള മസ്റ്റായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ഓക്കേ, അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.